أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون صدق الله العلي العظيم. അള്ളാഹു ബനു ഇസ്രായേലിൻ്റെ പക്കലിൽ നിന്നും കരാറ് വാങ്ങിയതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നേരത്തെ തന്നെ അള്ളാഹു പറഞ്ഞു, അവർ നിങ്ങൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാരണം അവരിൽ ചിലർ കിതാബ് അറിഞ്ഞുകൊണ്ട് തന്നെ തഹ്രീഫ് നടത്തുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് കിതാബേ അറിയില്ല. മാത്രവുമല്ല, കിതാബ് സ്വന്തം കരങ്ങൾ കൊണ്ട് എഴുതിയിട്ട്, നിയമങ്ങൾ എഴുതിയിട്ട് ഇത് അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്നുള്ളതാണ് എന്നൊക്കെ പറയുന്നവരുമുണ്ട്. അതിൻ്റെയൊക്കെ കാരണം പരലോകത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയാണ്. അവർ പറയുന്നത് ഖാലൂ ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമ മഅദൂദ, എണ്ണപ്പെട്ട നാളുകളല്ലാതെ ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല എന്നാണ്. അവർക്ക് കിതാബിനോട് ബഹുമാനമില്ല. അള്ളാഹു ചെയ്ത കരാറിലെ ടേംസ് പാലിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് അള്ളാഹു അവരുടെ കരാറിനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. നിങ്ങളിൽ നിന്ന് വാങ്ങിയ കരാറായിരുന്നു അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. മാതാപിതാക്കൾക്കും ദുൽ ഖുർബ, യത്തീം, മിസ്കീൻ ഇവർക്കൊക്കെ നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം, ജനങ്ങൾക്കൊക്കെയും നന്മ ചെയ്യണം. വഖൂലു ലിന്നാസി ഹുസ്ന എന്ന് പറഞ്ഞ് അവരുടെ കരാറിനെ ഓർമ്മിപ്പിച്ചതിന് ശേഷം അള്ളാഹു പറഞ്ഞു, എന്നിട്ടോ സുമ്മ തവല്ലയിത്തും, നിങ്ങൾ പിന്തിരിഞ്ഞു, ഇല്ല ഖലീലൻ മിൻകും, നിങ്ങളിൽ നിന്ന് കുറച്ച് പേരൊഴികെ, വഅൻതും മുഅ്രിദൂൻ, നിങ്ങൾ അവഗണിച്ചുകൊണ്ട് പിന്മാറി. അള്ളാഹു എന്നിട്ട് പറയുന്നു, നിങ്ങളോട് വാങ്ങിയ വേറൊരു കരാറായിരുന്നു വൈദ് അഖ്ദിനാ മീസാഖക്കും, നിങ്ങളുടെ കരാർ നാം വാങ്ങി. ലാ തസ്ഫിക്കൂന ദിമാഅക്കും, നിങ്ങളുടെ രക്തം നിങ്ങൾ ചിന്തരുത് എന്ന് നിങ്ങളോട് കരാർ വാങ്ങി. നിങ്ങളുടെ രക്തം. വലാ തുഖ്രിജൂന അൻഫുസക്കും, നിങ്ങളിൽപ്പെട്ടവരെ തന്നെ, നിങ്ങളെ തന്നെ നിങ്ങൾ പുറത്താക്കരുത്. മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന്. നിങ്ങളുടെ രക്തം ചിന്തരുത്, നിങ്ങളെ തന്നെ നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങൾ പുറത്താക്കരുത്. അഥവാ നിങ്ങൾ സഹോദരങ്ങളാണ്. നിങ്ങൾക്കെതിരെ നിങ്ങൾ യാതൊരു അക്രമവും കാണിക്കാൻ പാടില്ല, അഥവാ കൊല നടത്താൻ പാടില്ല, പുറത്താക്കാൻ പാടില്ല, യുദ്ധം ചെയ്യാൻ പാടില്ല. സുമ്മ അഖ്റർത്തും, ആ കരാറിനോടൊപ്പം ആ കരാർ ചെയ്തപ്പോൾ നിങ്ങളതൊക്കെ അംഗീകരിച്ചു. വഅൻതും തശ്ഹദൂൻ, സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളതൊക്കെ അംഗീകരിച്ചു. നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ പുറത്താക്കില്ല, കൊല്ലില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു. എന്നിട്ടോ സുമ്മ അൻതും ഹാവുലായി, എന്നിട്ടാണ് നിങ്ങളാണിത്. ഏത്? തഖ്തുലൂന അൻഫുസക്കും, നിങ്ങളെ തന്നെ കൊല്ലുന്നവർ. വതുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം, നിങ്ങളിൽപ്പെട്ട ഒരു കൂട്ടരെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും നിങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങളങ്ങനെ ഒരു കരാറൊക്കെ വാങ്ങിയിരുന്നു, പക്ഷെ നിങ്ങളാണിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. മദീനയിലെ 3 ഗോത്രങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, യഹൂദ ഗോത്രങ്ങളെക്കുറിച്ച്. അവർ തമ്മിൽ ചില എനിമിറ്റീസ് ഉണ്ടായിരുന്നു, ശത്രുതകളുണ്ടായിരുന്നു അവർ തമ്മിൽ. ബനു ഖുറൈള, ബനു നളീർ, ഈ 2 ഗോത്രങ്ങളും കുറച്ച് ഹൈ ഗോത്രങ്ങളാണ്, പ്രീസ്ലി ഗോത്രങ്ങളാണ്. പക്ഷെ ബനു കൈനുക്ക കുറച്ച് ലോവറായിട്ടുള്ള ഗോത്രമാണ്. കൊല്ലപ്പണിക്കാരും ആശാരികളും ഒക്കെയാണ്. പാത്രനിർമ്മാണമൊക്കെയാണ് അവരുടെ ജോലി. ഇവർ തമ്മിൽ, ബനു നളീറും ബനു കൈനുക്കാവും തമ്മിൽ പല പ്രശ്നങ്ങളിലും പ്രവാചകൻ തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ബനു കൈനുക്കായിൽ ആരെങ്കിലും ബനു നളീറിനെ വല്ലതും ചെയ്തു കഴിഞ്ഞാലും മറ്റുമൊക്കെയുള്ള കോമ്പൻസേഷൻ്റെ വിഷയങ്ങളിൽ ബനു കൈനുക്കായിനെ വളരെ ലോവറായിട്ടാണ് ബനു നളീർ കണ്ടിരുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ 3 ഗോത്രങ്ങളും 1-ാം നൂറ്റാണ്ടിൽ മദീനയിൽ വന്ന് പാർത്തവരാണ്. AD 70 ജൂതന്മാർക്കെതിരെ റോമക്കാർ നടത്തിയ ആക്രമണത്തിൽ അതിൽ പലായനം ചെയ്യപ്പെട്ട ആളുകളാണ് മദീനയിൽ വന്ന് സെറ്റിൽ ചെയ്തത്. അവർ പല ജോലികളിൽ ഏർപ്പെട്ട ആളുകളായിരുന്നു. നല്ല കൃഷിക്കാരായിരുന്നു. ഈത്തപ്പഴവും മറ്റും സിറിയയിലേക്ക് കയറ്റി അയക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഫാം നടത്തുന്നവരുണ്ടായിരുന്നു. താറാവും മറ്റും വളർത്തി വിൽക്കുന്നവരുണ്ടായിരുന്നു. നല്ല തുന്നൽക്കാരുണ്ടായിരുന്നു. അതുപോലെ നല്ല പാത്രനിർമ്മാതാക്കൾ, ആയുധ നിർമ്മാണമുണ്ടായിരുന്നു. ബനു ഖുറൈളയ്ക്ക് ഒരുപാട് ആയുധശേഖരം ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങി പല ഏർപ്പാടിലും അവർ മികച്ച ആളുകളായിരുന്നു. കൃഷിയിലും ഇത്തരം പല ജോലികളിലും അവർ ഏർപ്പെട്ടിരുന്നു. അതിനും പുറമെ പലിശക്ക് പണം കൊടുത്തിരുന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ യമനിൽ നിന്ന് കുടിയേറിപ്പാർത്ത ആളുകളാണ്. അവർ 4-ാം നൂറ്റാണ്ടിലാണ് മദീനയിൽ വന്ന് സെറ്റിൽ ചെയ്യുന്നത്. സബയിൽ നിന്ന് വന്നവരാണ്. സബയിൽ പ്രളയങ്ങളുണ്ടായപ്പോൾ, പ്രളയമുണ്ടാകുമ്പോൾ അവിടുന്ന് ആളുകൾ
മറ്റ് നാടുകളിലേക്ക് കുടിയേറി പാർക്കാറുണ്ട്. സബയിലെ പ്രളയത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും പരാമർശിക്കുന്നുണ്ട്. സബ വലിയൊരു രാജ്യമായിരുന്നു. അവിടെ ഒരുപാട് അണക്കെട്ടുകളൊക്കെ ഉള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് സദ്ദുൽ അരീം. അത് പൊട്ടിയുണ്ടായ ഒരു പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രളയമാണ് സെയിലുൽ അരീം, അരീമിലെ പ്രളയം. അള്ളാഹു പറയുന്നുണ്ട് ഫഅറലു, അവർ പിന്തിരിഞ്ഞപ്പോൾ. അത് സബയിനെ ഒരായത്തായിട്ട് പറയുന്നുണ്ട്. ലഖദ് കാന ലി സബൈൻ ഫി മസ്കനിഹിം ആയ, സബയിലെ സെറ്റിൽമെൻറ്റിൽ നിങ്ങൾക്ക് ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അവർക്ക് അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നൽകുകയും അവരതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞപ്പോൾ ഫാറസൽന അലൈഹിം സെയിലൽ അരിമി, അരിമിലെ പ്രളയത്തെ അവർക്കെതിരിൽ നാം അയച്ചു. അങ്ങനെ അവരുടെ തോട്ടങ്ങളൊക്കെ നശിച്ചു എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട്. അങ്ങനെ പ്രളയങ്ങൾ അകപ്പെട്ടുകൊണ്ട് ആ നാട്ടുകാർ, ഷേബയിലെ ആളുകൾ പല നാടുകളിലേക്കും പലായനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലായനം ചെയ്തവരാണ് ഔസ് ഖസ്റജ് ഗോത്രക്കാർ. അവർ പിന്നീട് വന്നവരാണ്. നേരത്തെ യഹൂദ ഗോത്രങ്ങളായിരുന്നു മദീനയിലുണ്ടായിരുന്നത്. ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ വന്നപ്പോൾ യഹൂദ ഗോത്രങ്ങൾ അവരെ സ്വീകരിച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട മെയിൻ ലാൻഡിലൊന്നും അവരെ സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചിരുന്നില്ല. പക്ഷേ സിറിയ ഭാഗത്തുണ്ടായിരുന്ന തങ്ങളുടെ സഹോദര ഗോത്രങ്ങളെ, ഔസ് ഖസ്റജ് ഗോത്രങ്ങളുടെ സഹോദര ഗോത്രങ്ങളെ അവരുടെ സപ്പോർട്ടോടുകൂടെ മദീനയിൽ വന്ന് ജൂതന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരിൽ നീങ്ങിയപ്പോഴാണ് അവർ ഔസ് ഖസ്റജ് ഗോത്രത്തിന് സ്ഥലം നൽകിയത്. പക്ഷേ പിന്നീട് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ മെയിൻ ലാൻഡിലൊക്കെ അവരായി മാറി. ബനു ഖൈനുക്കാവ് മാത്രമാണ് പിന്നീട് മെയിൻ ലാൻഡിൽ ഉണ്ടായിരുന്നത്. ബാക്കി ഗോത്രങ്ങളൊക്കെ ഔട്ടറിലായിരുന്നു മദീനയുടെ. ഈ രണ്ട് ഗോത്രങ്ങളും ഔസും ഖസ്റജും തമ്മിൽ പലപ്പോഴായിട്ട് പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. നിരന്തര ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. പ്രവാചകൻ്റെ ആഗമനത്തിന് അവസാനമായിട്ടുണ്ടായിരുന്ന ഏറ്റുമുട്ടലാണ്, അതിനെയാണ് യൗമു ബുആത്ത് എന്നറിയപ്പെടുന്നത്. ബുആത്ത് വലിയ യുദ്ധമായിരുന്നു ഇവർ തമ്മിൽ നടന്ന. ഔസും ഖസ്റജും തമ്മിൽ നടന്ന യുദ്ധമാണെങ്കിലും അതിൽ എല്ലാ ഗോത്രവും പങ്കെടുത്തിരുന്നു. കാരണം ഔസ് ഗോത്രത്തോടൊപ്പം ബനു നളീറും ബനു ഖുറൈലയും പങ്കെടുക്കും എന്നറിഞ്ഞപ്പോൾ ഖസ്റജ് ഗോത്രം അവരോട് 40 ബാലന്മാരെ ജാമ്യത്തിന് വാങ്ങി. നിങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഉറപ്പ് തരാൻ. യഹൂദഗോത്രം ഇതിൽ പങ്കെടുക്കരുത്, ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. യഹൂദഗോത്രം പരസ്പരം ആയുധങ്ങളൊക്കെ നൽകിയിരുന്നു രണ്ട് ഗോത്രത്തിനും. രണ്ടുപേരുമായിട്ടും ഡീലിംഗ് ഉണ്ടായിരുന്നു യഹൂദഗോത്രത്തിന്. പക്ഷേ ഈ ബുആത്തിൻ്റെ സമയത്ത് ഖസ്റജ് ഗോത്രം ബനു ഖുറൈലയോടും ബനു നളീറിനോടും 40 ആളുകളെ ജാമ്യത്തിന് വാങ്ങി. അവർ പങ്കെടുക്കുമെന്ന് ഡൗട്ടുണ്ടായപ്പോൾ പക്ഷേ അവർ ജാമ്യത്തിന് ആളുകളെ വിട്ടുകൊടുത്തു. 40 ബാലന്മാരെ വിട്ടുകൊടുത്തു. ഈ 40 പേരെ വെച്ച് ഇവർ വിലപേശി. ചില ഭൂമി ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് വിലപേശി. അക്കാരണത്താൽ ഔസ് ഗോത്രത്തോടൊപ്പം ചേർന്നുകൊണ്ട് ബനു നളീറും ബനു ഖുറൈലയും ഖസ്റജിനെതിരെ യുദ്ധത്തിന് നീങ്ങി. ഖസ്റജ് ബനു ഖൈനുക്കാവിൻ്റെ സപ്പോർട്ടോടുകൂടെ യുദ്ധം ചെയ്തു. ആ യുദ്ധമാണ് ബുആത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. യൗമു ബുആത്ത്. പരസ്പരം ഏറ്റുമുട്ടി. ഒരു പക്ഷത്ത് യഹൂദഗോത്രത്തിലുള്ള കൈനുക്കാവുണ്ട്, മറുപക്ഷത്ത് യഹൂദഗോത്രത്തിലെ 2 ഗോത്രങ്ങളുമുണ്ട്, യഹൂദരിലെ 2 ഗോത്രങ്ങളും. ഇങ്ങനെ നടന്ന സംഘട്ടനം, ഈ സംഘട്ടനത്തിനൊക്കെ ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുന്നത്. ഇതിനു ശേഷമാണ് ഔസ് ഗോത്രത്തിൽ ഖസ്റജ് ഗോത്രത്തിലുള്ള ചിലർ മക്കയിലേക്ക് വരികയും ഖുറൈശികളുടെ സപ്പോർട്ട് അന്വേഷിക്കുകയും ചെയ്യുന്നത്. ആ സമയത്താണ് പ്രവാചകൻ്റെ ദൗത്യത്തെക്കുറിച്ച് അറിയുന്നതും. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് അവർ പ്രവാചകനിലേക്ക് എത്തുന്നത്. പിന്നീട് അവർ പുതിയൊരു മിഷന് വേണ്ടിയിട്ട് ഒന്നിക്കുകയാണ് 2 ഗോത്രവും. വളരെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു അവരുടെ കൽബുകളെ ഒന്നിപ്പിച്ചു. അക്കാര്യം പല സമയങ്ങളിലായിട്ട് പ്രവാചകൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും അക്കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് മേലെയുള്ള അള്ളാഹുവിൻ്റെ നിഅമത്ത് നിങ്ങൾ ഓർത്തു നോക്കൂ. ഇത് കുന്തും മഅദാഅൻ, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഔസ് ഖസ്റജ് ഗോത്രങ്ങളോട് പറയാണ്, നിങ്ങൾ ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അവൻ നിങ്ങളുടെ കൽബുകളെ യോജിപ്പിച്ചു. ഫഅസ്ബഹ്തും ബിനിഅമതി ഇഖ്വാന, അവൻ്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ഒരു സ്പെഷ്യൽ നിഅമത്ത് അവർക്ക് കിട്ടിയതാണ്. പരസ്പരം പോരാടിയിരുന്ന ആളുകൾ, അതിൽപ്പെട്ട ഖസ്റജിൽപ്പെട്ട കുറച്ച് ആളുകൾ മക്കയിൽ യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ സപ്പോർട്ട് അന്വേഷിച്ച് പോയപ്പോഴാണ് പ്രവാചക ദൗത്യം കേട്ടറിയുന്നത്. പിന്നീടാണ് അവരൊരു പുതിയ മിഷന് വേണ്ടിയിട്ട് അതിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത്. അതിലവർ യോജിക്കുന്നു. ഔസ് ഗോത്രക്കാരോടും പറയുന്നു, അവർക്കും ഇത് നല്ലതായിട്ട് തോന്നുന്നു. അവരൊക്കെ വന്ന് പ്രവാചകന് ബയ്യത്ത് ചെയ്യുന്നു. അവർ 2 ഗോത്രങ്ങളും സഹോദരങ്ങളായിട്ട്
പ്രവാചകനെ സ്വീകരിക്കുന്നു. അതോടെ നോക്കി നിന്നവരായി യഹൂദി ഗോത്രങ്ങൾ മാറിപ്പോയി. ഔസ് ഖസറജ് ഗോത്രങ്ങൾ പ്രവാചകനെ സ്വീകരിച്ച് മദീനയിലേക്ക് കൊണ്ടുവന്നു. അവർക്കിടയിലുള്ള ശത്രുതകളൊക്കെ അവസാനിച്ചു. യഹൂദ ഗോത്രങ്ങൾ, പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകളെ പുറത്താക്കുന്നു. ഇത്തരത്തിൽ ഔസ് ഖസറജിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്തതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പൊതുവെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അവർക്കിടയിലും ശത്രുതകൾ ഉണ്ടായിരുന്നു. അവർ ശത്രുവിനെ സഹായിച്ചു, തങ്ങളുടെ ഗോത്രങ്ങൾക്കെതിരെ, തങ്ങളുടെ സഹോദര ഗോത്രങ്ങൾക്കെതിരെ ശത്രുവിനെ സഹായിച്ചിരുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ആ നിങ്ങളാണ്, കരാർ ചെയ്ത നിങ്ങളാണ് നിങ്ങളുടെ ആൾക്കാരെ തന്നെ കൊല്ലുകയും നിങ്ങളിൽപ്പെട്ടവരെ തന്നെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. തലാഹറൂന അലൈഹിം, അവർക്കെതിരിൽ ശത്രുവിനെ സഹായിക്കുന്നു. ബിൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും എനിമിറ്റിയിലും പാപത്തിലും. നിങ്ങൾ ശത്രുവിൻ്റെ കൂടെ ചേരുക എന്നുള്ളത് വലിയൊരു പാപമാണ്. തോറ പ്രകാരം ബഹുദൈവാരാധകരോടോ ഇനി വിജാതീയരോടോ ഒപ്പം ചേരുക എന്നുള്ളത് വലിയ പാപമാണ്. യുദ്ധത്തിനും മറ്റും അവരുടെ ഒരു കോസിനു വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളത്. വൽ ഉദ്വാൻ, നിങ്ങൾക്കെതിരിൽ ശത്രുത ഉണ്ടാകുക എന്നുള്ളതും പാപമാണ്. വൈൻ എഴുത്തൂക്കും ഉസാറ, അവർ ക്യാപ്റ്റീവ്സായിട്ട് നിങ്ങളടുത്ത് വരുമ്പോൾ, നിങ്ങളുടെ സഹോദര ഗോത്രങ്ങളിൽപ്പെട്ട ആളുകൾ യുദ്ധത്തടവുകാരായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ, തുഫാദുഹും, നിങ്ങൾ ഫിദിയ കൊടുത്തവരെ മോചിപ്പിക്കുന്നു. അവർക്ക് റാൻസം കൊടുത്ത് അവരെ നിങ്ങൾ മോചിപ്പിക്കുന്നു. അവരെ പരസ്പരം കൈമാറുന്നു. ഒരു ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മറ്റേ ഗോത്രത്തിലുള്ള ആളുകൾക്ക് കൈമാറുന്നു. 80 ഗോത്രം ബനു ഖൈനുക ഉണ്ടെങ്കിൽ 40 ഗോത്രം ബനു ഖുറൈലക്ക് പകരം എത്രയാണോ അഡീഷണൽ ഉള്ളത് അതിന് പണം വാങ്ങിയിട്ട് അവർ കൈമാറുന്നു. അതൊരു ഏർപ്പാടായി മാറി. വഹുവ മുഹറമുൻ അലൈക്കും ഇഖ്റാജുഹും, അവരെ പുറത്താക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഹറാമായിരുന്നു. നിങ്ങൾ ഈ ഫിദിയ കൊടുത്ത് കൈമാറുന്നത് നിങ്ങളുടെ കിതാബ് അനുസരിച്ചാണ്, തോറ അനുസരിച്ചാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. യുദ്ധത്തടവുകാരെ ഫിദിയ കൊടുത്ത് മോചിപ്പിക്കണം എന്ന നിയമം. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ പുറത്താക്കാൻ തന്നെ നിങ്ങൾക്ക് പാടില്ലായിരുന്നു. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, അഫതുമിനൂന ബി ബഅ്ലിൽ കിതാബി ഫതക്ഫുറൂന ബി ബഅ്ൽ, നിയമത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ അംഗീകരിക്കുകയും മറ്റൊരു ഭാഗം നിങ്ങൾ തള്ളുകയുമാണോ? നിങ്ങൾ നിയമത്തെ നിങ്ങൾക്കനുസരിച്ചിട്ട്, നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചിട്ടാണോ നിങ്ങൾ അനുസരിക്കുന്നത്? ഫമാ ജസാഉ, അതിൻ്റെ പ്രതിഫലം, നിങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാടിന് നിങ്ങൾ ഭൗതികമായിട്ട് നിങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലം എന്താണെന്നറിയോ? ഫമാ ജസാഉ മൻ യഫ്അലു ദാലിക മിൻകും, നിങ്ങളിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഇല്ലാ ഖിസ്ഉം ഫിൽ ഹയാത്തി ദുനിയ, ഇല്ലാ ഖിസിയും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലുള്ള നിന്ദ്യതയാണ്. അതാണ് അതിനുള്ള പ്രതിഫലം. വയൗമൽ ഖിയാമത്തി യുറദ്ദൂന ഇലാ അഷദ്ദിൽ അദാബ്, ദുനിയാവിലെ ശിക്ഷ മാത്രമല്ല, ആഖിറത്തിൽ, ദുനിയാവിലെ അപമാനമാണ് ദുനിയാവിലെ ശിക്ഷ. ആഖിറത്തിൽ നിങ്ങൾക്കുള്ളത് അഷദ്ദുൽ അദാബാണ്, വലിയ അദാബാണുള്ളത്. അതിലേക്കാണ് നിങ്ങൾ തള്ളപ്പെടുന്നത്, മടക്കപ്പെടുന്നത്. വമല്ലാഹു ബി ഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ചൊന്നും അള്ളാഹു ഗാഫിലല്ല, അണവയറല്ല. നിങ്ങളോട് ചെയ്ത കരാറായിരുന്നു, നിങ്ങളെ പുറത്താക്കരുത്, നിങ്ങൾക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ തന്നെ രക്തം ചിന്തരുത്. പക്ഷേ നിങ്ങളിത് അങ്ങനെ കരാർ ചെയ്ത നിങ്ങളിത് അങ്ങനെയൊക്കെ ചെയ്യുന്നു. ഫിദിയ കൊടുത്ത് ക്യാപ്റ്റീവ്സിനെ മോചിപ്പിക്കുന്നു. അതൊരു ഏർപ്പാടാക്കി മാറ്റിയിരിക്കുന്നു. അള്ളാഹു എന്നിട്ട് പറയുന്നു, ഉലായിക്കല്ലദീന ഇഷ്തറൗൽ ഹയാത്ത ദുനിയാ ബിൽ ആഖിറ, അവർ ദുനിയാവിനെ വിലക്ക് വാങ്ങിയതാണ്, ദുനിയാവിൻ്റെ ജീവിതം വിലക്ക് വാങ്ങിയതാണ്. ബിൽ ആഖിറ, ആഖിറത്തിലെ ജീവിതത്തിന് പകരമായിട്ട്, ദുനിയാവിലെ ജീവിതത്തെ ആഖിറത്തിലെ ജീവിതത്തിന് പകരമായിട്ട് അവർ വാങ്ങിയതാണ്. ദുനിയാവാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ട് വലാ യുഖഫഫു അന്നുമുൽ അദാബ്, അവർക്ക് അദാബ് തഖ്ഫീഫ് ചെയ്യില്ല, അദാബ് ലഘൂകരിക്കില്ല. വലാഹും യുൻസറൂൻ, അവർ സഹായിക്കപ്പെടുകയുമില്ല. അവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദുനിയാവിൽ അപമാനവുമുണ്ട്, ആഖിറത്തിലെ വളരെ ശക്തമായ ശിക്ഷയും കഠിനമായ ശിക്ഷയും അവർക്കുണ്ട്. അതിനുശേഷം അള്ളാഹു കിതാബിനോടുള്ള അവരുടെ അപ്രോച്ച് ഇങ്ങനെയാണ്. കിതാബിൽ അവർക്ക് ഈമാനേ ഇല്ല. കിതാബിൻ്റെ ചില ഭാഗം വിശ്വസിക്കും, ചില ഭാഗം വിശ്വസിക്കില്ല. അത് അവർക്കുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ചാണ്. അതുപോലെ കിതാബിനെ വളച്ചൊടിക്കും, തുച്ഛമായ വിലക്ക് വിറ്റുകളയും, അവർ തന്നെ എഴുതിയിട്ട് അത് അള്ളാഹുവിൻ്റെതാണെന്ന് പറയും. അങ്ങനെ കുറേ ആളുകൾ, ചില ആളുകൾക്കോ കിതാബിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് കിതാബിനോടുള്ള ഇവരുടെ അപ്രോച്ച്. കിതാബിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഇവരുടെ അപ്രോച്ച് ഇതാണ്. ഇനി അള്ളാഹു പറയുന്നു, പ്രവാചകന്മാരോടുള്ള അവരുടെ അപ്രോച്ച് എന്താണ്?
അതാണ് ഇനി വരുന്ന ആയത്തുകളിൽ അള്ളാഹു അവരെക്കുറിച്ച് പറയുന്നത്.